നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ്. കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത്. ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കേസിന്റെ അന്തിമവാദത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു കോടതിയലക്ഷ്യ ഹർജി ഇന്നലെ സമർപ്പിച്ചത്. എങ്ങനെയായിരിക്കും ഇനി തുടർ നടപടികൾ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നത്, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ് ലഭിച്ചു എന്നുള്ളതാണ്. കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചത്. അതിൽ പ്രതിയായ ദിലീപിനെതിരെ തെളിവില്ലെന്ന് പറഞ്ഞത് കോടതിയലക്ഷ്യമാണ് എന്നാണ് ഈ നടി ആരോപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർജിയിന്മേൽ ഇപ്പോൾ നോട്ടീസ് അയച്ചത്. നടി നേരത്തെ ഈ സംഭവം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരുന്നു. തുറന്ന കോടതിയിൽ അന്തിമവാദം കേൾക്കണമെന്ന ഇവരുടെ ഒരു ഹർജി കൂടി ഇന്ന് വന്നിരുന്നു. ആ ഹർജി നാളെ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അതായത് ആകെ 2 ഹർജി ഈ വിചാരണ കോടതി മുൻപാകെ എത്തി. ഒന്ന് ആർ ശ്രീലേഖയ്ക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി, അതിൽ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2, തുറന്ന കോടതിയിൽ അന്തിമവാദം കേൾക്കണമെന്ന നടിയുടെ തന്നെ മറ്റൊരു ഹർജി, അത് നാളെ പരിഗണിക്കാനായി മാറ്റി. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ മുൻ DGPക്കെതിരെ ഒരു കോടതിയലക്ഷ്യ ഹർജി കൂടി അത് നാളെ പരിഗണിക്കുന്നുണ്ട് നടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്.